ഇപ്പം ഇന്നലെ വടകര ഭാഗത്തെ പള്ളിയിലെ പ്രശ്നം എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എവിടെയാണത്? അള്ളാൻ്റെ പള്ളിയിലാണ്. മൻ തക്കല്ലമ ബി കലാമി ദുന്യ ഫിൽ മസ്ജിദ് അഹ്ബത്തല്ലാഹു അമലഹു 40 സന. പള്ളിയിൽ ദുന്യവിയായ സംസാരം സംസാരിച്ചാൽ 40 വർഷത്തെ അവൻ്റെ അമല് പൊളിയുന്നതാണ്. 40 വർഷത്തെ ഈ ഹദീസ് പള്ളിയിൽ ദുന്യവിയായ സംസാരിക്കുന്നതിന് ഗൗരവം അറിയിക്കുന്ന ഹദീസാണ്. എന്തായിരിക്കട്ടെ, പള്ളിയിൽ ആകെ അടിപ്പിടി. ഇത് മാത്രമല്ല, പലയിടങ്ങളിൽ ഈ സംഭവം കാണാം. ഇപ്പോഴത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ കമ്മിറ്റികളിൽ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയം തലക്ക് പിടിച്ചവരെ മാക്സിമം ഒഴിവാക്കാൻ നോക്കണം. ദീൻ 1 നമ്പറും രാഷ്ട്രീയം 2 നമ്പറാണ്. രാഷ്ട്രീയം 1 നമ്പറും ദീന് 2 നമ്പറായി കഴിഞ്ഞാൽ അവിടെ അടിപിടി കച്ചറ അധികം ഉണ്ടാവും, മാക്സിമം ഉണ്ടാവും. അതങ്ങനെയാണ്. ഇവർ പറയുന്ന അവർക്ക് ഒക്കൂല, അവർ പറയുന്ന ഇവർക്ക് ഒക്കൂല. പിന്നെ ആലിമീങ്ങൾ പറഞ്ഞത് ഉമറാക്കൾ അനുസരിക്കണം, ഉമറാക്കൾ പറയുന്ന ആലിമിനെ അനുസരിക്കുന്ന രീതി ആ സിസ്റ്റം അല്ലല്ലോ. നമ്മുടെ മുൻഗാമികൾ കാണിച്ചെന്ന രൂപമല്ല. നമ്മുടെ മുൻഗാമികൾ എത്രയോ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അവിടെ കമ്മിറ്റി അടിപിടി ഉണ്ടായിട്ട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെ ആലിമീങ്ങൾ പറയും ഉമറാക്കൾ അനുസരിക്കും. അതാണ് സിസ്റ്റം. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാവണം, എല്ലാവിത്താളൊക്കെ വേണ്ടിയായിരിക്കണം. പണ്ടുള്ള കാലത്തുള്ള ആളുകളൊക്കെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആകാൻ വേണ്ടി അവർ നിശ്ചയിക്കുമ്പോൾ തന്നെ വലിയ പൊരിയും. കാരണം എന്താ? അള്ളാഹിൻ്റെ ഹിസാബുണ്ടല്ലോ. നാളെ അതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ നിർവഹിക്കുന്ന ഓരോ പദവിക്കും നാളെ അള്ളാഹിൻ്റെ കോടതി ചോദ്യമില്ല. അപ്പോൾ അവരൊക്കെ വഴിയുന്നവരായിരുന്നു. നമ്മളൊക്കെ സ്ഥാനമാനത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക. പിന്നെ ഉസ്താദുമാര്യങ്ങൾ ചെരുപ്പിനൊത്ത് കാര്യം കുറിക്കരുത്. ചില മുതലാളിമാരെ കാണുമ്പോൾ അവർക്ക് വേറെ നിയമം, ഇവർക്ക് വേറെ നിയമം. അള്ളാഹിൻ്റെ ദീന് തുറന്നു പറയാനുള്ളൊരു ആർജവും നമുക്ക് വേണം.